അപ്പോൾ എന്താണ് ഒരു ഹൈ പാസ് ഫിൽറ്റർ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. ഹൈ ഫ്രീക്വൻസിയെ പാസ് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്ന സർക്യൂട്ടിനായിരുന്നു നമ്മൾ ബേസിക്കലി എന്ത് പറയുക, ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബേസിക്കലി ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ് കപ്പാസിറ്ററും രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ് എന്താണ്, റെസിസ്റ്ററുമാണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ഒരു ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് ഈ ഹൈ പാസ് ഫിൽറ്ററിനെ ഒരു ഡിഫറൻഷ്യേറ്റർ ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കണ്ടീഷൻ ഓഫ് ഹൈ പാസ് ഫിൽറ്റർ ആസ് ഡിഫറൻഷ്യേറ്റർ? സോ ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിഫറൻഷ്യേറ്റർ അണ്ടർ സർട്ടൺ കണ്ടീഷൻ. മെയിനായിട്ട് 3 കണ്ടീഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ. ദ ഫസ്റ്റ് കണ്ടീഷൻ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്നാണ്, ഞാൻ ഈക്വൽ ടു എന്നാണ് എഴുതിയത്, പ്രൊപ്പോർഷണൽ ടു ആണ് സൈൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു d/dt ഓഫ് വി ഇൻ. ഇങ്ങനെ എനിക്ക് പറയാം അല്ലേ, ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഇൻപുട്ട് സൈൻ ആണെങ്കിൽ ഔട്ട്പുട്ട് കൊസൈനാണ് അല്ലേ, ഇതല്ല ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇത്ര ഉള്ളതിൻ്റെ ലോജിക്ക് അല്ലേ. അപ്പോൾ എന്താണോ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ d/dt അല്ലെങ്കിൽ ഡിഫറൻസിയേഷനാണ് നമുക്ക് എന്തിൽ കിട്ടുക, ഔട്ട്പുട്ടിൽ കിട്ടുക. സെക്കൻഡ് എന്താണ്, സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ദ വാല്യൂ ഓഫ് ആർ ഷുഡ് ബി 10 or more ടൈംസ് സ്മോളർ ദാൻ XC. അപ്പോൾ എന്താണ് പറയുന്നത്, വാല്യൂ ഓഫ് ആർ. അപ്പോൾ നമ്മൾ ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം എനിക്കൊരു കപ്പാസിറ്റർ വരും, പിന്നെ എനിക്കൊരു റെസിസ്റ്റർ വരും അല്ലേ. ഇങ്ങനെയല്ല ഇതിൻ്റെ സർക്യൂട്ട് ഇരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. അപ്പോൾ 2 കോമ്പണൻ്റ് ഉണ്ട്, ഇത് സിയും ഇത് ആറും. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി റിയാക്റ്റൻസ് നമുക്കറിയാം XC ആണ്, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് XC ആണ്. അപ്പോൾ XC എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഈ രീതിയിൽ നമ്മൾ ഒരു ഹൈ പാസ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിലാണ് ബേസിക്കലി ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുക, ഡിഫറൻഷ്യേറ്ററായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആ വേർഡ് പറയുന്നുണ്ട്, ദ വാല്യൂ ഓഫ് ആർ ഷുഡ് ബി 10 or more ടൈംസ് സ്മോളർ ദാൻ XC. അതായത് ആറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ XC എന്നുള്ളത് വളരെ സ്മോളാണ്, 10 or more ടൈംസ് സ്മോളറാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, XC ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10R. അപ്പോൾ ആർ ഷുഡ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ XC എന്ന് പറഞ്ഞാൽ ഈ 10 വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 10 ടൈംസ് എന്ന് പറയുന്നതുകൊണ്ടാണ് XC ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10R എന്നുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്നത്. അതുപോലെ ഒരു ഹൈ പാസ് ഫിൽറ്ററിനെ ഡിഫറൻഷ്യേറ്റർ ആക്കാനുള്ള തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദ ടൈം കോൺസ്റ്റൻറ്റ് RC ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി വെരി സ്മോൾ ആസ് കമ്പയർ ടു ദി ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് വേവ്. അപ്പോൾ എന്താണ് ടൈം കോൺസ്റ്റൻറ്റും ടൈം പീരിയഡും? ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അറിയാം, നമ്മളൊരു ഡിഫറൻഷ്യേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു CR അറേഞ്ച്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ അറേഞ്ച്മെൻറ്റാണ് നമ്മളൊരു ഡിഫറൻഷ്യേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ RC, റെസിസ്റ്ററിൻ്റെ വാല്യൂം കപ്പാസിറ്ററിൻ്റെ വാല്യൂം, അതാണ് RC അല്ലേ. സോ ദ ടൈം കോൺസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ RCയെ പറയുന്നത്. ദ ടൈം കോൺസ്റ്റൻറ്റ് RC ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി സ്മോൾ ആസ് കമ്പയർ ടു ദി ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് വേവ്. അപ്പോൾ ടൈം പീരിയഡ് നമുക്കറിയാം, ഒരു വേവിൻ്റെ ടൈം പീരിയഡ് അല്ലേ. ടൈം പീരിയഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ടൈം കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. അപ്പോൾ വെരി സ്മോൾ എന്ന് പറയുമ്പോൾ അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്. RC ഈസ് വെരി മച്ച് സ്മോളർ ദാൻ T ആണ്. അപ്പോൾ വെരി മച്ച് സ്മോളർ ആയതുകൊണ്ട് നമുക്ക് 0.00160. അപ്പോൾ T എന്നുള്ളത് എത്രയോ ലാർജറാണ്, RC എന്നുള്ളത് എത്രയോ സ്മോളറാണ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ സിലബസിൽ ആകെ ഡിഫറൻഷ്യേറ്ററിന് പറയുന്നത് 1 hour. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ അനാലിസിസ് പറയാൻ നിന്ന് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ 3 കണ്ടീഷൻസ് ഏതാണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ പ്രൂഫ് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ആകെ പറയുന്ന പ്രൂഫ് എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്, അതായത് വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു d/dt ഓഫ് വി ഇൻ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ആ ഒരു പ്രൂഫ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ നമുക്ക് RC ഡിഫറൻഷ്യേറ്ററിൻ്റെ ഡെറിവേഷൻ നോക്കാം. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഡെറിവേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു RC ഡിഫറൻഷ്യേറ്ററിൻ്റെ സർക്യൂട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുക? സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്ന ഒരു കപ്പാസിറ്ററാണ് അല്ലേ, ഒരു ബേസിക് കപ്പാസിറ്റർ. ഈ ബേസിക് കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നൊരു ബേസിക് റെസിസ്റ്ററിലേക്കാണ് R. ഇങ്ങനെയാണല്ലോ നമ്മൾ സർക്യൂട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും, വി ഇൻ, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും, വി ഔട്ട് അല്ലേ. ഇങ്ങനെയാണല്ലോ സർക്യൂട്ട് വരിക. ഈ സർക്യൂട്ടിൽ നമുക്ക് ബേസിക്കലി മാർക്ക് ചെയ്യാം, ഇത് സിയും ഇത് ആറും.
ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഐ. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഓംസ് ലോ പ്രകാരം ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. റൈറ്റ് അല്ലേ, ബേസിക് ആയിട്ടുള്ള ഓംസ് ലോ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓംസ് ലോ പ്രകാരം നമുക്ക് എഴുതാം വി ഔട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. കാരണം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇൻപുട്ടും കണ്ടുപിടിക്കാം. ഇൻപുട്ട് നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കുമ്പോൾ വി ഐ ജനറലി എങ്ങനെ വരിക, ഐ ഇൻറ്റു ആർ പ്ലസ് 1/j⍵c ഇങ്ങനത്തെ ഒരു ഇക്വേഷനാണ് വരിക അല്ലേ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻ അറിയാം. What is the condition of differentiator? We know that in case of differentiator, the value of Xc is very much greater than R. What is Xc? The capacitive reactance is very much greater than R. So we can say that ഇൻപുട്ടിലെ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കൂടുതലാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ഹിയർ മോസ്റ്റ് of the output appears at input. Most of the output appears at input എന്ന് പറയാം. കാരണം എന്താ, റെസിസ്റ്റൻസ് മാക്സിമം ആണ്. കാരണം കപ്പാസിറ്ററാണല്ലോ നമ്മൾ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് കംപ്ലീറ്റ്ലി കപ്പാസിറ്ററിന് അക്രോസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ ഇൻപുട്ട് കണ്ടീഷൻ ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഈ ഫോമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വി ക്യാൻ സേ ഇറ്റ് ആസ് വി ഇൻ ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്വേഷനാണ്. വി ഇൻ ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി. Let us put this as equation number 2. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയത്, എക്സ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ള കണ്ടീഷൻ്റെ ബേസിലാണ് ഞാൻ ഈ കണ്ടീഷൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ലെറ്റ് us പുട്ട് ഡിഫറൻസിയേഷൻ ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. ഇക്വേഷൻ നമ്പർ 2-ലെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും d/dt ഓഫ് വി ഇൻ ഈസ് ഈക്വൽ ടു d/dt ഓഫ് 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, LHS നമുക്ക് എന്തെന്നെ കിട്ടി, d/dt ഓഫ് വി എന്ന് തന്നെ കിട്ടി. RHSൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ നോക്കുക, ഇവിടെ ഡിഫറൻഷ്യൽ ഇൻറ്റഗ്രലാണ്, അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം d/dt ഓഫ് ഇൻറ്റഗ്രലാണ്. എന്താണ് d/dt ഓഫ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ, ബേസിക്കലി ആ ഡെറിവേഷനും ഇൻറ്റഗ്രേഷനും ക്യാൻസൽ ആയിപ്പോവും ബേസിക്കലി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ ഇക്വേഷൻ, ദിസ് ഇസ് d/dt ഓഫ് വി ഇൻ ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാം d/dtയും ഇൻറ്റഗ്രലും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി വരുന്നത് എന്താ, 1/c ഇൻറ്റു ഐ. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, ബേസിക്കലി ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഐ എന്നുള്ളതിനെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഈ 1/cയെ LHSലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എനിക്ക് എഴുതാം c ഇൻറ്റു d/dt ഓഫ് വി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ എന്തായിട്ട് എഴുതാം, ലെറ്റ് us put this as ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം 3ഉം കിട്ടി. ഇതിൻ്റെ ബേസിൽ എനിക്ക് ബാക്കി കണ്ടീഷൻസ് എഴുതാം. അപ്പോൾ എനിക്ക് ഇക്വേഷൻ നമ്പർ 1-ൽ ഞാൻ എഴുതിയത് എന്താണ്, അക്കോർഡിംഗ് ടു ഇക്വേഷൻ നമ്പർ 1 വി ഔട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അക്കോർഡിംഗ് ടു ഇക്വേഷൻ നമ്പർ 3 ഐ ഈക്വൽ ടു സി ഇൻറ്റു d/dt ഓഫ് വി എൻ. സോ ലെറ്റ് us പുട്ട് ഇക്വേഷൻ നമ്പർ 3 in 1. ലെറ്റ് us പുട്ട് ഇക്വേഷൻ നമ്പർ 3 in 1. എനിക്ക് എന്ത് കിട്ടും, വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടും വി ഔട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലേ. ഓക്കെ, ഐ ഓൾറെഡി നമുക്കറിയാം, അതിൻ്റെ കൂടെ ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആർ ഇൻറ്റു സി ഇൻറ്റു d/dt ഓഫ് വി ഇൻ എന്ന് കിട്ടും അല്ലേ. ലെറ്റ് us put this is ഇക്വേഷൻ നമ്പർ 4 and this is the final equation. അപ്പോൾ നമുക്ക് ബേസിക്കലി ഫൈനൽ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു
d/dt ഓഫ് വി ഇൻ. പറഞ്ഞൂടെ, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആർ സി അഡീഷണലി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള ഒരു സ്പെക്ട്രാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ പാർട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. കാരണം അതിൻ്റെ തിയററ്റിക്കൽ ഡിസ്കഷൻ തന്നെ ഒരുപാട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യേറ്ററിൽ സൈൻ വേവും അതുപോലെ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടും ഒരു സ്ക്വയർ ഇൻപുട്ടും ഒരു പൾസ് ഇൻപുട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള കണ്ടീഷൻ റെസ്പോൺസ് ഓഫ് ആർ സി ഹൈ പാസ് ഫിൽട്ടർ ടു സൈൻ വേവ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യേറ്ററിൽ സൈൻ വേവ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബേസിക് കണ്ടീഷൻ എന്താണ്. അപ്പോൾ നമുക്കറിയാം സൈൻ വേവ് എന്താണെന്ന് അല്ലേ. സോ ഡിഫറൻഷ്യേറ്റഡ് വേർഷൻ ഓഫ് സൈൻ ഈസ് കൊസൈൻ. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യേറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സൈൻ വേവ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, കോസ് വേവ് ആയിരിക്കും. സോ ഹെൻസ് ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി ടു ദി ഇൻപുട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഒരു സൈൻ വേവ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കോസ് വേവ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സൈനും കോസും തമ്മിലൊരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നതാണ് സൈൻ വേവ് അല്ലേ, ബ്ലൂ കളറിൽ ഇവിടെ വരച്ചിരിക്കുന്നതാണ് സൈൻ വേവ്. സോ ഇതാണ് സപ്പോസ് എൻ്റെ സൈൻ വേവ് എങ്കിൽ സൈൻ വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഡിഗ്രിയിൽ നിന്നാണ്, കോസ് സ്റ്റാർട്ട് ചെയ്യുന്ന 90 ഡിഗ്രിയിൽ നിന്നായിരിക്കും, +90 ആണെങ്കിൽ 90 ഡിഗ്രിയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതാണ് കോസ് വേവ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. സൈൻ ഇൻപുട്ടായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്താവും, കോസ്. അപ്പോൾ നിങ്ങളിതിൻ്റെ കറക്റ്റ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതാണ് എൻ്റെ വി ഇൻ എന്ന് പറയുന്നത്, ഇതാണ് എൻ്റെ വി ഔട്ട് എന്ന് പറയുന്നത്. വി ഇന്നും വി ഔട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. വി എന്നുള്ളതൊരു സൈനസോയിഡൽ വേവും വി ഔട്ട് എന്നുള്ളതൊരു കൊസൈൻ വേവുമാണ്. അപ്പോൾ എങ്ങനെയാണ് സൈനും കോസും വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. സൈന് 0 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 90 ഡിഗ്രിയാണ്, സൈന് 90 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 0 ഡിഗ്രിയാണ്, സൈന് 180 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 270 ഡിഗ്രിയാണ്, സൈന് 270 ഡിഗ്രി ആവുന്ന സമയത്ത് കോസ് 360 ഡിഗ്രിയാണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റെസ്പോൺസ് വരയ്ക്കാം, വളരെ ഈസി ആയിട്ട് വരയ്ക്കാം അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ റെസ്പോൺസാണ്. റെസ്പോൺസ് ഓഫ് ആർ സി ഹൈ പാസ് ഫിൽറ്റർ ഓർ റെസ്പോൺസ് ഓഫ് ആർ സി ഡിഫറൻഷ്യേറ്റർ ടു സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സ്റ്റെപ്പ് ഇൻപുട്ട്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ് ഫോംസ് പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ സ്റ്റെപ്പ്? നമുക്കറിയാം ഇതാണ് ഒരു സ്റ്റെപ്പ് വേവ് ഫോം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേവ് ഫോമിൻ്റെ റെസ്പോൺസ് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് എങ്ങനെയാണ് സ്റ്റെപ്പ് റെസ്പോൺസ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ ഫോർമുലാസൊക്കെ അറിയാം. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വെൻ വി ഇൻ ഈസ് അപ്ലൈഡ് ടു ദി ഇൻപുട്ട് ദ കപ്പാസിറ്റർ ബിഗിൻ ടു ചാർജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡീക്കേസ് എക്സ്പോണൻഷ്യലി. അപ്പോൾ ഒരു കണ്ടിന്യൂസ് വോൾട്ടേജ് കിട്ടുകയാണെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ, ഇതിൻ്റെ ഇക്വേഷൻ്റെ ബേസിൽ നമുക്ക് പറയാം. അപ്പോൾ ബേസിക്കലി നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ഒരു ആർ സി ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ നെസസറി അല്ല, ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റെസ്പോൺസിൻ്റെ കേസിൽ വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇതാണ് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈമാണെന്നാണ് ടി പറയുന്നത്. ആർ സി എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലെറ്റസ് പുട്ട് ടി ഈക്വൽ ടു 0. ടിക്ക് ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ വരിക, ഈ ഫോമിൽ എന്ത് വരും, ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇ റേസ് ടു 0 എന്നാവും, ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആവും. അപ്പോൾ നമുക്കിവിടെ കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി. സെയിം വേ ഞാനിപ്പോൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0.5 ആർ സി ആണെങ്കിലോ, ആർ സി എന്നുള്ള മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് 0.5 ആർ സി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ്
0.5 എന്ന് കിട്ടും. e−0.5 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടും 0.606 വോൾട്ട്. സെയിം വേ ഞാൻ ടിക്ക് RC എന്ന് കൊടുത്തു, ഓട്ടോമാറ്റിക്കലി വി ഔട്ട് നമുക്ക് കിട്ടും e−1 കിട്ടും. e−1 ഓൾറെഡി നമുക്കറിയാം, ദിസ് ഇസ് ഈക്വൽ ടു 0.367 വോൾട്ട്. സെയിം വേ ടിക്ക് ഞാൻ 2 RC കൊടുത്തു, എനിക്ക് വി ഔട്ട് കിട്ടി e−2 എന്ന് കിട്ടി. വാല്യൂ എനിക്കറിയാം 0.135 വോൾട്ട്. ഇതൊക്കെ കോൺസ്റ്റൻ്റ് വാല്യൂ. അതുപോലെ ഞാൻ ടിക്ക് 5 RC കൊടുത്തു, എനിക്ക് വി ഔട്ട് കിട്ടി e−5 എന്ന് പറഞ്ഞാൽ 0.007 വോൾട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി RCയുടെ വാല്യൂ നമ്മൾ കൂട്ടി കൊണ്ടുപോവാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, വാല്യൂ കുറഞ്ഞു വരും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതാണ് സപ്പോസ് ഞാൻ വരച്ചിരിക്കുന്ന റെസ്പോൺസ് എങ്കിൽ നമുക്ക് ബേസിക്കലി ഈ റെസ്പോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെസ്പോൺസിൻ്റെ ബേസിൽ എനിക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതാണ് നമ്മളെ റെസ്പോൺസ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ യെസ്, നിങ്ങളെല്ലാം നോക്ക്. ആദ്യം ഇവിടെ ഞാൻ ടിയും ഇവിടെ ഞാൻ വി ഔട്ടും മാർക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദി കണ്ടീഷൻ ഹിയർ? ഫസ്റ്റ് കണ്ടീഷൻ, ടിക്ക് 0 കൊടുത്തപ്പോൾ വി ഔട്ടിൻ്റെ വാല്യൂ വി ആണ്. ടിക്ക് ഞാൻ 0 കൊടുത്തപ്പോൾ വി ഔട്ട് എനിക്ക് കിട്ടി, വി ഔട്ടിൻ്റെ വാല്യൂ എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു വി. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ടിക്ക് ഞാൻ 0.5 RC കൊടുത്തു. സപ്പോസ് ഇതാണ് 0.5 RC എന്ന് അസ്യൂം ചെയ്യാം. 0.5 RC കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 V എന്നുള്ളത് 0.606 V ആയി, ഗ്രാജുവലി കുറഞ്ഞു അല്ലേ. വീണ്ടും 0.5 RC കൂട്ടി കൊണ്ടുവരുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ വരും. അപ്പോൾ എങ്ങനെയാണ് എക്സാക്ട്ലി വേവ് ഫോം വരിക? അതാ ഇതുപോലെ ഒരു ലാസ്റ്റ് ഒരു ഇൻഫിനിറ്റ് ലൊക്കേഷനിൽ എത്തുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഫൈനൽ റെസ്പോൺസ് വരയ്ക്കാൻ പറ്റും? ഫൈനൽ റെസ്പോൺസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ദിസ് ഈസ് ദി ഫൈനൽ റെസ്പോൺസ്. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ വേവ് ഫോം വരയ്ക്കുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് പഠിക്കുന്നത്. സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ജസ്റ്റ് ഫോമുല അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസ്പോൺസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് വരച്ച പോലെ തന്നെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ക്വയർ ഇൻപുട്ടാണ്. സോ സ്റ്റെപ്പും സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഒരു സ്ക്വയർ ഇൻപുട്ട് കിട്ടുക. അപ്പോൾ സ്ക്വയർ ഇൻപുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് എ സ്ക്വയർ വേവ് ഈസ് അപ്ലൈഡ് അറ്റ് ഇൻപുട്ട് ഹൈ പാസ് ഡ്യൂറിങ് T1 എന്ന് പറയുന്ന ഫസ്റ്റ് പീരീഡാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 2 പീരീഡ് വരും. T1 എന്നുള്ളൊരു പീരീഡ് ഇതാണ്, T2 എന്നുള്ളൊരു പീരീഡ് ഇതാണ്. ഈ 2 പീരീഡിൽ എനിക്ക് 2 റെസ്പോൺസാണ് കിട്ടുക. ഒന്നിൽ ചാർജിങ് കണ്ടീഷൻ, ഒന്നിൽ ഡിസ്ചാർജിങ് കണ്ടീഷനാണ് വരിക. അപ്പോൾ നിങ്ങൾ നോക്ക്, ഡ്യൂറിങ് T1 ദ ഇൻപുട്ട് റിമൈൻസ് കോൺസ്റ്റൻറ്റ് കപ്പാസിറ്റർ ചാർജസ്, ഔട്ട്പുട്ട് ഡീക്കേസ് എക്സ്പോണൻഷ്യലി ഫ്രം V1 to V2. ഔട്ട്പുട്ട് V1 നിന്ന് V2ലേക്ക് അല്ലെങ്കിൽ V1 ഡാഷിലേക്ക് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആവും. എങ്ങനെ നമുക്ക് നോക്കാം. സെയിം വേ if at the end of t equal to T1 the input drops an amount V, the same change is reflected at the output is reduced to V3 to V2. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഈ 2 ഇക്വേഷൻസ് പഠിക്കാം, V2 ഉം V4 ഉം. V1 × e−t/RC, നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ പോലെ തന്നെ V out = V × e−t/RC. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഇത് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടായിട്ടാണ് ആദ്യം ആക്ട് ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ V out = V × e−t/RCയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ് റെസ്പോൺസിൻ്റെ കേസിൽ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്, ഈ ഒരു പോസിറ്റീവ് റെസ്പോൺസിൻ്റെ കേസിൽ എനിക്ക് ഒരു വേവ് ഫോം കിട്ടും. ഇത് ഓൾറെഡി നമ്മൾ സ്റ്റെപ്പിൽ പഠിച്ചൊരു വേവ് ഫോമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്പിൽ പഠിച്ച വേവ് ഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വേവ് ഫോം വരുന്നത് അല്ലേ. യെസ്. പിന്നെ എനിക്ക് വരുന്നത് അടുത്ത T2 എന്നുള്ളൊരു പീരീഡാണ് എനിക്ക് അടുത്ത് വരുന്നത്. T2 എന്നുള്ള പീരീഡിൽ ഞാൻ ഈ ഒരു വോൾട്ടേജ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി ഇവിടുത്തെ വോൾട്ടേജ് വാല്യൂ കുറവായതുകൊണ്ട് നമുക്ക് ഈ റെസ്പോൺസ് സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്യാരിയിൽ നമുക്കൊരു സ്ലൈറ്റ് ഡിക്രീസ് വരികയാണെങ്കിൽ നെക്സ്റ്റ് ക്യാരിയിൽ എനിക്കൊരു സ്ലൈറ്റ് ഇൻക്രീസ് വരും. വീണ്ടും അടുത്ത ടൈം പീരീഡ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ വേവ് ഫോം പോലെ തന്നെ ഇതുപോലെ എനിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് എൻ്റെ 2 സ്റ്റെപ്പ് പൾസുകൾ വരച്ച പോലെ, 2 സ്റ്റെപ്പ് പൾസുകൾ വരച്ച പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് പൾസിൽ ഡിക്രീസിങ്ങും സെക്കൻഡ് സ്റ്റെപ്പ് പൾസിൽ ഇൻക്രീസിങ്ങും വരുന്ന രീതിയിൽ ഞാനിതിൻ്റെ റെസ്പോൺസ് പ്ലോട്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂസിങ് ആണ്, എന്നാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 റെസ്പോൺസ് സ്ക്വയർ ഇൻപുട്ടിന് വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ ഞാൻ RC/T ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1,
അല്ലെങ്കിൽ എൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്, ടൈം പീരിയഡ് എന്ന് പറയുന്നത് വളരെ 1-നേക്കാളും വളരെ ഗ്രേറ്റർ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു ആറിൻ്റെയും സീൻ്റെയും വാല്യൂ. ഞാൻ അടുത്ത കണ്ടീഷനിൽ ആറിൻ്റെയും സീൻ്റെയും വാല്യൂ 1-നേക്കാളും ചെറുതായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൽ ആറിൻ്റെയും സീൻ്റെയും വാല്യൂവിനനുസരിച്ച്, അപ്പോൾ ഒരു ലാർജർ ആർ സി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഇതാണ്. ഒരു സ്മോളർ ആർ സി വരുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് വരുന്ന ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു ചാർജിങ് ആണ് വരുന്നത്. ചാർജിങ് നമുക്ക് ഒന്നെങ്കിൽ ചാർജിങ് അല്ല ഡിസ്ചാർജിങ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ ഈ ടൈം കോൺസ്റ്റൻ്റ് അനുസരിച്ച് അത് മാറും. അപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് കൂടുന്നതിനനുസരിച്ച് വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജിങ് നടക്കുകയുള്ളൂ. ഇത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്ലോ ഡിസ്ചാർജിങ്ങിന് പകരം വളരെ ഫാസ്റ്റായിട്ട് ഈ റെസ്പോൺസ് എന്താവും? ഡിസ്ചാർജ് ആവും. ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയിട്ട് ഇത് എവിടെ എത്തും? 0-ലെത്തും. പിന്നെ വരുന്നത് അടുത്തൊരു T2 എന്നുള്ള റെസ്പോൺസാണ്. ഇവിടെ ഇതുപോലെ തന്നെ നെഗറ്റീവ് റെസ്പോൺസാണ് വരിക. സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും, വീണ്ടും സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും, ക്വിക്ക് ഡിക്രീസിങ് ചെയ്യും, വീണ്ടും സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. ഈ രീതിയിൽ നമുക്കിതിൻ്റെ റെസ്പോൺസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ആ ടൈം കോൺസ്റ്റൻറ്റ് മാറ്റുന്നതിനനുസരിച്ച് റെസ്പോൺസിൽ മാറ്റം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതാണ് സ്ക്വയർ. ഇതുപോലെ സിമ്മട്രിക്കൽ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ, സിമ്മട്രിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ സ്ക്വയർ നമ്മൾ വരച്ചപ്പോൾ എബോവ് 0 ആക്സിസ് ആണ് വരച്ചത്. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് എന്താണ്? ഇതിൽ നെഗറ്റീവ് ഹാഫ് വരുന്നത് ബിലോ 0 ആക്സിസും പോസിറ്റീവ് ഹാഫ് വരുന്നത് എബോവ് 0 ആക്സിസുമാണ്. ഇവിടെ ഇതുപോലെ തന്നെ വേവ് ഫോം വരിക. ആർ സി എന്നുള്ളത് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ റെസ്പോൺസ് കിട്ടും. കണ്ടോ? പോസിറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് സ്ലൈറ്റ്ലി ഡിക്രീസിങ്ങും നെഗറ്റീവ് ഹാഫ് വരുന്ന സമയത്ത് സ്ലൈറ്റ്ലി ഇൻക്രീസിങ്ങും എന്നുള്ള രീതിയിൽ വേവ് ഫോം കിട്ടും. നമ്മൾ ആ ടൈം കോൺസ്റ്റൻറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ ഈ ഡിക്രീസിങ് കുറയും, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും, വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി സിമ്മട്രിക്കൽ സ്ക്വയർ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇൻ്റഗ്രേറ്റർ എന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ലോ പാസ് ഫിൽറ്റർ എന്ന് അറിയണം. ഓൾറെഡി നമുക്കറിയാം ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്ത് ഹൈ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബേസിക്കലി ലോ പാസ് ഫിൽറ്റർ വരിക, റൈറ്റ്? സോ ഈ ഒരു ലോ പാസ് ഫിൽറ്ററിനെ നമുക്ക് എങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റർ ആക്കി മാറ്റാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദി ബേസിക് കണ്ടീഷൻ ഓഫ് ലോ പാസ് ഫിൽറ്റർ ആസ് ഇൻ്റഗ്രേറ്റർ? സോ ദ LPF സർക്യൂട്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് അണ്ടർ സർട്ടൺ കണ്ടീഷൻ. 3 ബേസിക് കണ്ടീഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ പ്രപ്പോർഷണലാണ് ഈക്വൽ ടു അല്ല. അപ്പോൾ നമുക്ക് പറയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് സൈൻ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വേർഷൻ ആയിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും? സൈനാണ് നമ്മൾ ഇൻപുട്ട് എങ്കിൽ മൈനസ് കോസ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇതാണ് അതിൻ്റെ ലോജിക്ക്. യെസ്, സൈൻ്റെ ഇൻ്റഗ്രൽ അല്ലേ? ദ സെക്കൻഡ് കണ്ടീഷൻ വിൽ ബി ദ വാല്യൂ ഓഫ് ആർ ഷുഡ് ബി 10 or more times larger than XC. അപ്പോൾ നമ്മളൊരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് പറയാം. അപ്പോൾ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിനെ നമുക്ക് R എന്നും ഇതിൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെ XC എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ XC എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ട് വാല്യൂ ആണ്. നമ്മൾ ഡിഫറൻഷ്യേറ്റർ പഠിച്ചപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? സോ കറക്റ്റ് വേർഡിങ്ങിൽ പറയുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് R ഷുഡ് ബി 10 or more times larger than XC. സോ R ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ XC എന്ന് പറയാം. ഇപ്പോൾ 10 or more times എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം R ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10 into XC. ഇതാണ് കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 3 നിങ്ങൾ ശ്രദ്ധിക്കുക. ദ ടൈം കോൺസ്റ്റൻറ്റ് RC ഓഫ് ദി സർക്യൂട്ട് ഷുഡ് ബി വെരി ലാർജ് ആസ് കമ്പയർ ടു ദി ടൈം പീരിയഡ് ഓഫ് ദി ഇൻപുട്ട് വേവ്. സോ നമ്മൾ എന്താണ് ടൈം കോൺസ്റ്റൻ്റ് എന്ന് പഠിച്ചാണ്. റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും വാല്യൂ മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പാരാമീറ്റർ ആയിരുന്നു ടൈം കോൺസ്റ്റൻറ്റ്. ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ടൈം പീരിയഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഗ്രേറ്റർ ആണ്. അല്ലെങ്കിൽ ടൈം പീരിയഡ് എന്നുള്ളത് വളരെ നെഗ്ലിജിബിളും ടൈം കോൺസ്റ്റൻറ്റ് വളരെ കൂടുതലുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ RC ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 16T. മറ്റത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡിഫറൻഷ്യേറ്ററായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ്
ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിൽ എന്തായിരുന്നു? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ആയിരുന്നു, ഇവിടെ ഡിഫറൻഷ്യലാണ്. എക്സ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10R ആണ് ഡിഫറൻഷ്യേറ്ററിൽ, എക്സ് ഈസ് വെരി മച്ച് ലെസ് ദാൻ ആണ് ഡിഫറൻഷ്യേറ്റർ ഇൻ്റഗ്രേറ്ററിൽ അല്ലേ. അതുപോലെ ആർ സി ഈസ് വെരി മച്ച് ലെസ് ദാൻ 0.061 t ആണ്, മറ്റേത് ആർ സി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 16 t ആണ്. അപ്പോൾ ഇതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ ബേസിക് ഡെറിവേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഡിഫറൻഷ്യേറ്ററിൻ്റെ ഡെറിവേഷൻ പഠിച്ച പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റഗ്രൽ ആവുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ആദ്യം ഇത് വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഇവിടെ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലോ പാസ് ഫിൽറ്റർ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിൽ ആദ്യം നമുക്ക് വരുന്ന റെസിസ്റ്റൻസ് ആണ്, പിന്നെ നമുക്ക് വരുന്നൊരു കപ്പാസിറ്ററാണ്, കപ്പാസിറ്റർ സി, റെസിസ്റ്റൻസ് ആർ അല്ലേ. സോ ബേസിക്കലി ഈ ഒരു കേസിൽ നമുക്ക് കറണ്ട് മാർക്ക് ചെയ്യാം. ഇതാണ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എങ്കിൽ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വി ഇൻ, ഇതാണ് നമുക്ക് കിട്ടുന്ന വി ഔട്ട്. അപ്പോൾ ഈ ഒരു ബേസിക് ലോ പാസ് ഫിൽറ്ററിൽ നമുക്ക് ബേസിക്കലി എഴുതാം, ഔട്ട്പുട്ടും ഇൻപുട്ടൊക്കെ കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് അല്ല, ബേസിക്കലി കപ്പാസിറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഔട്ട്പുട്ട് ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റ് എഴുതാൻ പറ്റും. വി ഔട്ട് ഈക്വൽ ടു, നമുക്ക് റെസിസ്റ്റൻസ് ആണെങ്കിൽ I × R എന്ന് എഴുതായിരുന്നു. ഇവിടെ കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വോൾട്ടേജ് ഇക്വേഷനെ ബേസിക്കലി എഴുതാം. അപ്പോൾ എന്ത് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഓൾറെഡി നമുക്കൊരു വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. സിൻസ് R ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സ് സി, നമുക്കറിയാം R ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സ് സി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എഴുതുമ്പോൾ നമുക്ക് ബേസിക്കലി എഴുതാം വി ഔട്ട് ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻ്റഗ്രൽ I × dt. ഇതെന്തുകൊണ്ടാണ് നമ്മൾ എഴുതിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ട് കംപ്ലീറ്റ്ലി കപ്പാസിറ്റർ എൻ്റെ വാല്യൂൻ്റെ ബേസിൽ നമ്മൾ എഴുതുകയാണ് വി ഔട്ട് ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻ്റഗ്രൽ I × dt. അല്ലെങ്കിൽ വളരെ ചെറിയ കപ്പാസിറ്റൻസ് വരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസിനെ ഇങ്ങനെ എഴുതാം. നമ്മൾ ഇതുപോലത്തെ ഒരു ഇക്വേഷൻസ് തന്നെ ഡിഫറൻഷ്യേറ്ററിലും പഠിച്ചിരുന്നു. സോ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാൻ പറ്റും. യെസ്. ഇനി നമുക്കറിയാം സെയിം വേ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. വി ഐ എന്താണ് വി ഐ വരിക? വി ഐ നമുക്ക് എഴുതാം, ബേസിക്കലി ഡയറക്റ്റ് എഴുതാം, റെസിസ്റ്റൻസിനല്ല ഡിപ്പെൻഡ് ചെയ്യുക. വി ഐ ഈക്വൽ ടു I × R എന്ന് എഴുതാം അല്ലേ. സോ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് വി ഔട്ടും കിട്ടി, വി ഐയും കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻപുട്ട് വോൾട്ടേജ് എഴുതിയപ്പോൾ അത് റെസിസ്റ്റൻസിൻ്റെ ബേസിൽ മാത്രം പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇവിടെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇവിടെ നെഗ്ലിജിബിളി സ്മോൾ ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ റെസിസ്റ്റൻസിൻ്റെ ബേസിൽ മാത്രം എഴുതിയത്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. സോ ലെറ്റ് us substitute 2 in 1. Let us substitute 2 in 1. രണ്ടാമത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി എഴുതാം വി ഔട്ട് ഈക്വൽ ടു എന്താ വരിക? 1/c ഇൻറ്റു ഐൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആക്ച്വലി നമുക്കിവിടെ I കണ്ടുപിടിച്ചൂടെ? I എന്താ ബേസിക്കലി വരിക ഇക്വേഷനിൽ? I ഈക്വൽ ടു VI/R ആണ് അല്ലേ. അപ്പോൾ ഈ ഐൻ്റെ സ്ഥാനത്ത് എനിക്ക് VI/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ? വി ഔട്ട് ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻ്റഗ്രൽ VI/R ഇൻറ്റു dt എന്ന് വരും. ലെറ്റ് us put this as ഇക്വേഷൻ നമ്പർ 3. ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു നമുക്ക് എഴുതാം 1/R എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ R നമ്മൾ ഇൻ്റഗ്രേഷന് പുറത്തെടുത്തു, ഇൻറ്റു ഇൻ്റഗ്രൽ VI ഇൻറ്റു dt. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി അല്ലേ. സോ ഇതാണ് എൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ എനിക്ക് 4 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആണ്. ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ഇൻ്റഗ്രൽ ആയിരിക്കും, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും ഔട്ട്പുട്ട്. ഈ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ആദ്യം ഒരു ബേസിക് ഇൻ്റഗ്രേറ്റർ വരച്ചു, ആ ഇൻ്റഗ്രേറ്ററിൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും വരച്ചു. സോ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ കറണ്ട് ടേമിലേക്ക് മാറ്റി, ആ VI/R എന്നുള്ളത്
ഔട്ട്പുട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എനിക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടി. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 1/RC ഇൻറ്റു ഇൻറ്റഗ്രൽ VA ഇൻറ്റു DT. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഒരു ബേസിക് ഇൻറ്റഗ്രേറ്ററിൻ്റെ ഈ പ്രൂഫ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻറ്റഗ്രേറ്റർ ഓക്കെ. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ ഡിഫറെൻറ്റ് റെസ്പോൺസുകളാണ്. നമ്മൾ ഒരു ഡിഫറൻഷ്യേറ്റർ പഠിച്ചപ്പോൾ 4 റെസ്പോൺസുകളാണ് പഠിച്ചത് അല്ലേ. ഒന്ന് സൈനുസോയിഡൽ ആയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് വരിക. സെയിം വേ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് വരിക. അതുപോലെ ഒരു സ്ക്വയർ ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് വരിക. അതുപോലെ ഒരു സിമ്മട്രിക്കൽ സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വരിക. ഇനി നമുക്ക് പൾസും കൂടി ആക്ച്വലി പറയാനുണ്ട്. പൾസും ശരിക്കും സ്ക്വയർ വേവ് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. പൾസ് കണ്ടാലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്ക്വയർ വേവ് പോലെ തന്നെയാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം ആദ്യത്തെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ റെസ്പോൺസ് ഓഫ് RC ലോ പാസ് ഫിൽട്ടർ ടു സൈൻ വേവ്. സോ സൈനുസോയിഡൽ വേവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സൈൻ വേവ് ആണ് നമ്മൾ ഇൻപുട്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റഗ്രൽ കാണാം. ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു DX നമുക്ക് ഓൾറെഡി അറിയാം, മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ദ ഇൻറ്റഗ്രൽ വേർഷൻ ഓഫ് സൈൻ ഈസ് മൈനസ് കൊസൈൻ. ഹെൻസ് ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ് ഓഫ് -90° ടു ദി ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് ഇൻപുട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ -90°യുടെ ഡിഫറൻസാണ് വരിക. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ +90°യിലായിരുന്നു നമ്മൾ ആദ്യം വരച്ച ഡിഫറൻഷ്യേറ്ററിൻ്റെ വേവ് ഫോം. ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ളത് എന്താണ്, -90°. അപ്പോൾ ഇതാണ് സപ്പോസ് എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് വേവ് ഫോം എങ്കിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ഔട്ട്പുട്ട് വരയ്ക്കാം. ഔട്ട്പുട്ട് ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനൊരു ക്യാര വരയ്ക്കും, റൈറ്റ്. അപ്പോൾ ജസ്റ്റ് ഡോട്ടഡ് ലൈനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 90° ഉള്ള സ്ഥാനത്ത് എനിക്ക് എന്ത് കിട്ടും, 0° കിട്ടും. അങ്ങനെയല്ല വേണ്ടത്. 180° ഉള്ള സ്ഥലത്ത് -90° ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടണം, 90 കിട്ടണം. 270° ഫേസ് ഷിഫ്റ്റ് ഉള്ള 270° ആംഗിൾ ഉള്ള സ്ഥലത്ത് എനിക്ക് എത്ര കിട്ടണം, 180 കിട്ടണം. അതുപോലെ 360 ഉള്ള സ്ഥലത്ത് എനിക്ക് എത്ര കിട്ടണം, 270 കിട്ടണം. 0 ഉള്ള സ്ഥലത്ത് എനിക്ക് എന്ത് കിട്ടണം, -90 കിട്ടണം. അപ്പോൾ ഈ ബേസിൽ എനിക്ക് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് വേവ് ഫോം വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. ജസ്റ്റ് ഞാനിവിടെ ഡോട്ടഡ് ലൈനായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വേവ് ഫോം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ എക്സാക്റ്റ് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഈ ഒരു റെസ്പോൺസ് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം. -90 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ടോപ്പിൽ നിന്ന് തുടങ്ങേണ്ടത് നമുക്ക് ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സാക്ട്ലി 90° ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടണം, 90° ഉള്ള സ്ഥലത്ത് എനിക്ക് 0 കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാര വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് വരയ്ക്കുകയാണ്. നമുക്കിതുപോലത്തെ ഒരു ക്യാര ആണ് ആക്ച്വലി കിട്ടുക. നമുക്ക് എക്സാക്റ്റ് വേവ് ഫോം വരയ്ക്കാം. അപ്പോൾ എക്സാക്റ്റ് വേവ് ഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ -90°യുടെ ഡിഫറൻസ് ആണ് കംപ്ലീറ്റ്ലി വരേണ്ടത്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ എക്സാക്റ്റ് വേവ് ഫോം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ സൈനുസോയിഡൽ ഇൻപുട്ട് എങ്കിൽ ഞാനിതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ലെവൽ കുറച്ചു എന്നേ ഉള്ളൂ. ഈ 0°ക്ക് പകരം -°യിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 180°ൻ്റെ സ്ഥാനത്ത് 90° ആയിരിക്കും. അപ്പോൾ നമ്മൾ വേവ് ഫോം നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് എക്സാക്ട്ലി എൻ്റെ വേവ് ഫോം വരിക. ഓരോ പോയിൻറ്റിലും -90°യുടെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻറ്റഗ്രേറ്ററിൻ്റെ സൈൻ വേവ് റെസ്പോൺസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നല്ലോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് RC ലോ പാസ് ഫിൽട്ടർ ടു സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻപുട്ട് ഏത് ഇൻപുട്ടാണ്, സ്റ്റെപ്പ് ഇൻപുട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് സ്റ്റെപ്പ് ഇൻപുട്ട് അറിയാം. ഇങ്ങനെയാണ് നമ്മളെ സ്റ്റെപ്പ് ഇൻപുട്ട് വരിക. സോ ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് റൈസസ് എക്സ്പോണൻഷ്യലി. വെൻ Vin is applied at the input, output voltage rises exponentially. അത് നമുക്ക് എങ്ങനെയെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ സ്റ്റെപ്പ് ഇൻപുട്ട് വരുമ്പോൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ, നമ്മൾ ഡിഫറൻഷ്യേറ്ററിൻ്റെ കേസിൽ Vout = V × e⁻t/RC എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഒരു ലോ പാസ് ഫിൽട്ടർ ആണെങ്കിൽ Vout = 1 അല്ലെങ്കിൽ Vout = V × 1 e⁻t/RC എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഒരു ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി
എങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് പറയാൻ പറ്റുമോ? കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ് ടി ഈക്വൽ ടു 0, ടീൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹിയർ? വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു 0 ആവും 1 - 1, അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടും 0 എന്ന് കിട്ടും. അപ്പോൾ ടി 0 ആവുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. സെയിം വേ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അറ്റ് ടി ഈക്വൽ ടു ആർ സി എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു 1 - ഇ റേസ് ടു ആർ സി ബൈ ആർ സി, അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടും വി ഇൻറ്റു 1 - ഇ റേസ് ടു -1. സോ വാട്ട് ഈസ് ഇ റേസ് ടു -1? നമുക്കറിയാം ദിസ് ഇസ് എക്സാക്ട്ലി 0.606. അപ്പോൾ 1ൽ നിന്ന് 0.606 കുറയ്ക്കണം. എന്തായിരിക്കും ആക്ച്വലി വരിക? 1ൽ നിന്ന് 0.606 കുറച്ചാൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം കാൽക്കുലേറ്ററിൽ. എക്സാക്ട്ലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, എക്സാക്റ്റ് ആൻസർ നമ്മൾ പറയുകയാണെങ്കിൽ 1 - 0.606. ദിസ് ഇസ് എക്സാക്ട്ലി 0.394 വരും. 0.394. യെസ്. ഇതുപോലെ നമുക്ക് അറ്റ് ടി ഈക്വൽ ടു 2 RC കൂടി ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി ഇൻറ്റു 1 - ഇ റേസ് ടു -2 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടും കറക്റ്റായിട്ട് 1 - ഇ റേസ് ടു -2 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ്? 0.135 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടും ആൻസർ 0.865 2 RC കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആണ്, ആർ സിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വാല്യൂ കൂടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യേറ്ററിൻ്റെ കേസിൽ ആദ്യം എനിക്കൊരു മാക്സിമം വാല്യൂ കിട്ടും, അത് കുറഞ്ഞ് 10 to 0 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ 0 എന്നുള്ളൊരു ഇൻപുട്ടാണ് വരുന്നതെങ്കിൽ ബേസിക്കലി നമുക്കിവിടെ വരയ്ക്കാം 0 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ട് ഒരു സഡൻ വേവായിട്ട് മാറും. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് എന്താണെന്ന്. അപ്പോൾ ആ ബേസിക് ഇക്വേഷൻ വെച്ച് ആർക്കും ഇതിൻ്റെ സ്റ്റെപ്പ് വേവ് ഫോം വരയ്ക്കാവുന്നതാണ്. യെസ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് വേവ് ഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കമ്പയർ ചെയ്ത് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മളെ ഇൻപുട്ട് വേവ് ഫോമും റൈറ്റ് സൈഡിൽ വരുന്ന എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമും. ഇത് വെച്ചിട്ട് എനിക്ക് ഇൻ്റഗ്രേറ്ററിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മൂന്നാമത്തെ റെസ്പോൺസ് ഓഫ് ആർ സി ലോ പാസ് ഫിൽട്ടർ ടു സ്ക്വയർ ഇൻപുട്ട്. അപ്പോൾ സ്ക്വയർ ഇൻപുട്ട് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ കട്ട തിയറീസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. സ്ക്വയർ ആണെങ്കിൽ 2 ലെവൽ വരും, ഒരു ഹയർ ലെവലും ഒരു ലോവർ ലെവലും. ഹയർ ലെവലിൽ എനിക്കൊരു വോൾട്ടേജും ലോവർ ലെവലിൽ എനിക്കൊരു വോൾട്ടേജും വരും. അപ്പോൾ വളരെ നമ്മൾ ഡിഫറൻഷ്യേറ്ററിൽ ഇതിൻ്റെ ഒരു തിയറട്ടിക്കൽ പോർഷൻ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ജനറൽ കേസിൽ നമ്മളിപ്പോൾ ഇതാണ് എടുക്കുന്ന ഒരു സ്ക്വയർ വേവ് എങ്കിൽ, ഈ സ്ക്വയർ വേവിൻ്റെ കേസിൽ നമുക്ക് ഇതാണ് നമ്മൾ എടുക്കുന്ന സ്ക്വയർ വേവ് എങ്കിൽ 2 ലെവൽ വരുന്നുണ്ട്. അപ്പോൾ T1 എന്നുള്ള പീരിയഡിൽ എനിക്ക് കിട്ടുന്നത് ഒരു ഹയർ വോൾട്ടേജ് ലെവലും T2 എന്നുള്ള പീരിയഡിൽ എനിക്ക് വരുന്നത് ഒരു ലോ ഔട്ട്പുട്ട് ലെവലുമാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരു ഹൈ ഔട്ട്പുട്ട് ലെവലിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം പാറ്റേൺ ഓഫ് വേവ് ഫോം എനിക്ക് കിട്ടും. അതായത് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് സ്റ്റഡി ആവുന്നൊരു വേവ് ഫോം എനിക്ക് കിട്ടും. സെയിം വേ ഇത് T2 അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ലെവലിനേക്കാളും താഴെയാണ് എനിക്ക് വരുന്നതെങ്കിൽ ബേസിക്കലി ഇത് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യും. വീണ്ടും എനിക്ക് ഹയർ വോൾട്ടേജ് ലെവൽ വന്നു, ഇത് എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും, എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേവ് ഫോം എനിക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് സംഭവിക്കുന്നത് ഹയർ വോൾട്ടേജ് ലെവലും എക്സ്പൊണൻഷ്യൽ ഡിക്രീസിങ് സംഭവിക്കുന്നത് ലോവർ വോൾട്ടേജ് ലെവലിലും ആയിരിക്കും എന്ത് സ്ക്വയർ ഇൻപുട്ട് വരുന്ന സമയത്ത്. അപ്പോൾ വേവ് ഫോം വരയ്ക്കാൻ പഠിച്ചാൽ മതി നീറ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടിയും പ്രാക്ടിക്കൽ കേസസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടൈം കോൺസ്റ്റൻറ്റ് ആർ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമിലും സെയിം ചേഞ്ചസ് വരും. അപ്പോൾ നിങ്ങൾ നോക്ക്, ആർ സി ബൈ ടി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യും, വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും, വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യും, വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്യാര. സെയിം വേ നമ്മളിപ്പോൾ എടുക്കുന്ന ഇൻപുട്ട് വേവ് ഫോമിൽ ആർ സി ബൈ ടി ഈസ് വെരി മച്ച് ലെസ് ദാൻ 1 അല്ലെങ്കിൽ ആർ സിയുടെ വാല്യൂ നമ്മൾ 1നേക്കാളും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി എനിക്കിതിൻ്റെ കണ്ടീഷൻ മാറി വളരെ ക്വിക്കായിട്ട്
ഈ ഒരു T1 പീരിയഡിൽ വളരെ ക്വിക്കായിട്ട് ചാർജ് ആവും, പിന്നെ അതെന്താവും, സ്റ്റഡി ആവും. T2 എന്നുള്ള പീരിയഡിൽ വളരെ ക്വിക്കായിട്ട് ഡിസ്ചാർജ് ആവും, പിന്നെ സ്റ്റഡി ആവും. വീണ്ടും അടുത്ത പീരിയഡ് വരുമ്പോൾ വളരെ ക്വിക്കായിട്ട് ചാർജ് ആവും, സ്റ്റഡി ആവും. വീണ്ടും വളരെ ക്വിക്കായിട്ട് ഡിസ്ചാർജ് ആവും. അപ്പോൾ നമ്മൾ RC മാറ്റുന്നതിനനുസരിച്ച് ചാർജിങ് ഡിസ്ചാർജിങ് ടൈമിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. അങ്ങനെ അതിൻ്റെ വേവ് ഫോമിൽ മാറ്റം വരും. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സ്ക്വയർ ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് നമ്മൾ പഠിക്കുന്നത്. ഒരു സ്ക്വയർ ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു റെസ്പോൺസും കൂടി നോക്കാം. റെസ്പോൺസ് ഓഫ് RC ലോ പാസ് ഫിൽറ്റർ ടു സിമ്മട്രിക്കൽ സ്ക്വയർ ഇൻപുട്ട്. സിമ്മട്രിക്കൽ സ്ക്വയർ ഇൻപുട്ടിൽ ആകെ വരുന്ന വ്യത്യാസം രണ്ട് ലെവല്, ഒരു ലെവൽ എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ലെവലും ഒരു വോൾട്ടേജ് നെഗറ്റീവ് അല്ലെങ്കിൽ ബിലോ സീറോ ആക്സിസുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. സ്റ്റാൻഡർഡൈസറായുള്ള വേവ് ഫോം പോസിറ്റീവ് ഔട്ട്പുട്ട് വരുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഇൻക്രീസും, നെഗറ്റീവ് വരുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഡിക്രീസും, എക്സ്പൊണൻഷ്യൽ ഇൻക്രീസും ഡിക്രീസും അല്ലേ. സെയിം വേ RCയുടെ വാല്യൂ ഒന്നിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ വേവ് ഫോമിൽ സ്ലൈഡ് ചേഞ്ചസ് വന്നു. അപ്പോൾ RCയുടെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ വളരെ ക്വിക്കായിട്ടുള്ള ചാർജിങ്, വളരെ ക്വിക്കായിട്ടുള്ള ഡിസ്ചാർജിങ്, ചാർജിങ് ഡിസ്ചാർജിങ്, ചാർജിങ് ഡിസ്ചാർജിങ്. അപ്പോൾ വേവ് ഫോമിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ മൊത്തം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് തിയറി പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് കൂടി കംപ്ലീറ്റ് ചെയ്തു. ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും ഡിഫറൻഷിയേറ്ററും ഇൻ്റഗ്രേറ്ററും. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻ്റഗ്രേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്.